അമരെ, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ദുഃഖിച്ചിരുന്നാലോ അത് അല്ലിയരസിയെ കൂടുതൽ വേദനയുണ്ടാക്കില്ലേ? നീ പോയി അവളോട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു വിരിക്കും. ഒന്നിനും മനസ്സ് വരുന്നില്ല എനിക്ക്. ഇളയ മകൾ വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ തറവാട്ടിൽ, മൂത്ത മകൾ കണ്ണീരൊലിപ്പിച്ച് അറയ്ക്കുള്ളിൽ ഒരേ കിടപ്പ്. എന്തുമാത്രം ഒച്ചയും ബഹളവുമുള്ള തറവാടായിരുന്നു ഇത്. ഇന്ന് ഈ തറവാട് ഉറങ്ങിപ്പോയി. അല്ലിമലരും ഭർത്താവും ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലിയരസിയെ കാണാൻ. ആ പറഞ്ഞ് നാവെടുത്തില്ല, ദേ അവര് വന്നു കഴിഞ്ഞു. വരണം വരണം. ഇതമ്മേ, ഇതൊന്നും വേണ്ടായിരുന്നു കുട്ടികളെ. ഇതെന്റെ അച്ഛനമ്മമാരുടെ നിർബന്ധം കൊണ്ട് വാങ്ങിയതാണ് അച്ഛാ. വിവാഹം കഴിഞ്ഞ് ആദ്യമായി ഭാര്യാഗ്രഹത്തിൽ പോകുമ്പോൾ ഭാര്യയുടെ അച്ഛനമ്മമാർക്ക് പുതുവസ്ത്രം നൽകണമെന്ന് അവരാ പറഞ്ഞത്. ആ സന്തോഷമായി. നിന്റെ അച്ഛനമ്മമാരെ കൂടി ഇങ്ങോട്ട് കൂട്ടായിരുന്നു. അവര് ഉടനെ വരുന്നുണ്ട് അച്ഛാ. ചേച്ചിയുടെ അവസ്ഥ അറിഞ്ഞപ്പോ അവരൊക്കെ വളരെ വിഷമിച്ചിരിക്കുക. ഞങ്ങള് ചേച്ചിയെ കണ്ടിട്ട് വരാം. വരൂ. ചേച്ചി, സുമംഗലിയായതിനു ശേഷം ആദ്യമായിട്ടാ ഞാൻ എൻ്റെ അനുജത്തിയെയും അനിയനെയും കാണുന്നത്. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്, കൃഷ്ണനും രാധയും പോലെ. ഇപ്പോ കഴുത്തിലൊരു താലിയുമായി നിന്നെ കാണുമ്പോ ഒരു മുതിർന്ന സ്ത്രീയായിട്ട് തോന്നും. താലിച്ചേരുടെ പെണ്ണിനെ പക്വമതിയാക്കുന്നുവെന്ന അഭിജ്ഞരുടെ അഭിപ്രായം. ചേച്ചി അറിഞ്ഞില്ലേ, എന്റെ ഭർത്താവ് വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും ഒക്കെ അപാര പാണ്ഡിത്യമുള്ളവനാ. അയ്യോ, അത്ര അപാരമായ പാണ്ഡിത്യമൊന്നും ഇല്ല ചേച്ചി. എന്നാലും ഭാര്യയായ വായാടി പെണ്ണിനെ കുറച്ചുനേരം നിശബ്ദയാക്കാനുള്ള നെടുങ്കൻ പ്രഭാഷണങ്ങളൊക്കെ വശമുണ്ട്. ആ ചേച്ചി, ചേച്ചിയുടെ അവസ്ഥയൊക്കെ ഞാൻ അറിഞ്ഞു. വിവാഹ ദിവസമായ ഇന്നലെ തന്നെ ഭാര്യാസമേതം ചേച്ചിയെ വന്ന് കാണണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നതാ. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ ഭാര്യയൊത്ത് സ്വന്തം ഗൃഹപ്രവേശം തന്നെ നടത്തണമെന്ന നിലപാടിലായിരുന്നു എൻ്റെ അച്ഛനമ്മമാർ. അതുകൊണ്ട് മാത്രമാ കൂടിക്കാണൽ ഇന്നേക്ക് മാറ്റിയത്. എന്താ ചേച്ചി കരയുന്നത്? എന്റെ പൊന്നനുജത്തിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള മാനസികാവസ്ഥ പോലും എനിക്കില്ലാതെയായി. എന്നെ മുൻപ് കണ്ടിട്ടുള്ളവരൊക്കെ വൈരൂപ്യം നിറഞ്ഞ് എന്റെ മുഖത്തേക്ക് പുച്ഛത്തോടെ തുറച്ചു നോക്കുന്നത് കാണാനുള്ള ശക്തി അതെനിക്കില്ലാതെ പോയി അനുജ. അനുജനും അനുജത്തിയും മാപ്പ് തരണേ എനിക്ക്. വിഷമിക്കരുത് ചേച്ചി. ചേച്ചിയുടെ ഈ അവസ്ഥയൊക്കെ മാറാൻ പോകുന്നു. കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. ചേച്ചിയുടെ ഭർത്താവിനെ അന്വേഷിച്ച് ഞാൻ കാശിയിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. കാശിയിൽ എനിക്ക് ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരുടെ സഹായത്തോടെ ഞാൻ ജ്യേഷ്ഠനെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നിരിക്കും. എന്താ, സമാധാനമായില്ലേ? എന്റെ ഭർത്താവിനെ അന്വേഷിച്ചു പോകാൻ എനിക്കൊരു സഹോദരൻ ഇല്ലല്ലോ എന്ന ദുഃഖത്തിനും സമാധാനമായി.
ആഹാ, ഇതാരാ? ഏകനാഥ സ്വാമികളോ? കണ്ടിട്ട് കുറെ നാളായല്ലോ. ഞാനൊരു ശിവാലയ യാത്രയ്ക്ക് പോയിരുന്നു മീനാക്ഷി. ഇന്നലെ ആയിരുന്നു മടങ്ങിയെത്തിയത്. മീനാക്ഷിക്ക് ക്ഷേമം തന്നെയല്ലേ? ആ, തൃക്കടയൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ക്ഷേമം തന്നെയാണ്. ആ, കനിമൊഴി സ്വാമിക്ക് അറിയുമല്ലോ. ദേ, ഇവൾ പൂങ്കൊടി, ഞങ്ങളോടൊപ്പം ഈയിടെ ചേർന്ന സഹയാത്രിക. പൂങ്കുടി, ഇദ്ദേഹമാണ് ഞാൻ പറയാറുള്ള ഏകനാഥ സ്വാമികൾ. നമസ്കാരം ഏകനാഥ സ്വാമികളെ. നമസ്കാരം. ദാനധർമ്മത്തിൽ കർണനാണ് ഏറ്റവും ശ്രേഷ്ഠനെന്നാ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷേ അത് തെറ്റാണ്. ദാനധർമ്മത്തിൽ ഏകനാഥ സ്വാമികൾ കർണനെയും കടത്തിവെട്ടുന്നുവെന്ന മീനാക്ഷി ചേച്ചി സ്വാമികളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്താ മീനാക്ഷി ഇത്? എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്? അസത്യമൊന്നും ഞാൻ പറഞ്ഞു പഠിപ്പിച്ചില്ലല്ലോ സ്വാമികളെ. ഏകനാഥ സ്വാമികളെ, ശിവാലയ ദർശനം കഴിഞ്ഞ് അങ്ങ് മടങ്ങി വന്നു എന്നറിഞ്ഞു. ഞങ്ങൾ ശിവാലയ ദർശനത്തിന് പോവാൻ അങ്ങയിൽ നിന്നും ദാനം സ്വീകരിക്കാൻ വന്നതാണ്. നന്നായി. ദാനം നൽകാനായി ഞാനും നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. ആട്ടെ, ഏകനാഥ സ്വാമികളിൽ നിന്നും ദാനം വാങ്ങാൻ നിങ്ങൾക്കെന്താ ഇത്രയധികം താല്പര്യം? ഏകനാഥ സ്വാമികളുടെ കയ്യിൽ നിന്നും ഒരു നാണയത്തൊട്ട് ദാനം വാങ്ങിയാൽ ആ മാസം മുഴുവൻ സുഭിക്ഷമാ. എവിടെ നിന്നെങ്കിലും അന്നപാനാദികൾ വേണ്ടുവോളം കിട്ടിയിരിക്കും. ഏകനാഥ സ്വാമികളുടെ കൈ എപ്പോഴും കമഴ്ന്നു നീണ്ടിട്ടേ ഉള്ളൂ ദാനം കൊടുക്കാൻ. ഒരിക്കലും മലർന്ന് നീണ്ടിട്ടില്ല മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റാൻ. അത്രയ്ക്കുണ്ട് ഏകനാഥ സ്വാമികളുടെ വലിപ്പം. എല്ലാം ശ്രീപരമേശ്വരന്റെ അനുഗ്രഹം. വരട്ടെ സ്വാമികളെ. ആയിക്കോട്ടെ. ആ, എന്നാ ഞാനും പോട്ടെ മീനാക്ഷി. സ്വാമി, സ്വാമി വീട്ടിലേക്കാണോ പോകുന്നത്? കുടുംബമൊക്കെ? നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകമേ തറവാട്. കൈലാസപതേ, ഗിരികന്യകാരമണ, പന്നകഭൂഷണ, കന്മഷനാശന, ഭഗവാനെ, അടിയന്റെ ജീവിതത്തിലെ ഓരോ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളാണ്
അടിയൻ സമർപ്പിച്ച ഈ മാലയിലെ ഓരോ ഇതളുകൾ ഒന്നും അടിയന് സ്വന്തമാക്കാനല്ല, ഒക്കെയും അന്യർക്ക് സമർപ്പിക്കാനുള്ളതാണ്. ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ, വലിയ വലിയ സേവനങ്ങൾ, അതിന് എന്നും അടിയനെ പ്രാപ്തനാക്കണേ ദേവാ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലേ? അയ്യോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലേ? അയ്യോ ചേച്ചി, ചേച്ചി എന്താ പറ്റിയത്? എഴുന്നേക്ക് ചേച്ചി, എഴുന്നേക്ക്. ഇവിടെ ഇരിക്കെ. ചേച്ചി എങ്ങനെ മോളിൽ നിന്ന് വീണത്? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, കണ്ണ് വല്ലാതെ മങ്ങിയിരിക്കുന്നു. അയ്യോ ചേച്ചി, കണ്ണിനെന്താ പറ്റിയത്? അറിയില്ല, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇന്നലെ മുതലേ കണ്ണിനൊരു മൂടലുണ്ടായിരുന്നു. ഇപ്പൊ കാഴ്ച തീരെ മങ്ങി. അയ്യോ, എന്റെ തൃക്കടയൂരപ്പ. അമ്മേ, എന്താ മോളെ പറ്റിയത്? എന്താ അല്ലിയരസിക്ക് എന്താ പറ്റിയത്? ചേച്ചിക്കൊന്നും കാണാൻ പറ്റുന്നില്ലെന്ന്. എന്റെ ശ്രീ പരമേശ്വര മോളെ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അച്ഛാ. അയ്യോ, കാഴ്ച നഷ്ടപ്പെട്ടതുപോലെ. എന്റെ ഈശ്വര, ഞാനിതെന്തായി കേൾക്കുന്നേ? അവളെ, നിനക്ക് ഈ ഗതി വന്നല്ലോ. മോളെ സമാധാനിക്കും മോളെ, നിനക്കൊന്നും സംഭവിക്കില്ല മോളെ. പുഴന്തി മോനെ, നീ എളുപ്പം പോയി വൈദ്യനെ വിളിച്ചോണ്ടോ. ശരി അച്ഛാ. സമാധാനിക്കും മോളെ. മോളെ, നീ വിഷമിക്കാതെ. എന്റെ ഈശ്വര, ഒരു പാപവും ചെയ്യാത്ത എന്റെ മോൾക്ക് ഈ ഗതി വന്നല്ലോ. എന്റെ മോളെ കാത്തോണേ സർവേശ്വര. എന്താ ചേച്ചി? ദേ, ഏകനാഥ സ്വാമികൾ ശിവപാദർക്ക് ദാനം നൽകുന്നു. വരൂ മീനാക്ഷി. മീനാക്ഷിക്കും കുട്ടികൾക്കും വന്ന് ദാനം വാങ്ങാം. ദാനസ്വീകരണവും പുണ്യമാണ്. അല്ല, വള്ളിയമ്മ എന്താ വരാത്തത്? മുത്തശ്ശിയുടെ അനുജത്തി ഒരാളുണ്ട്, എന്റെ ചെറിയ മുത്തശ്ശിയുടെ തറവാട്ടി പോയിരിക്കുക. വള്ളിയമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് കഥകൾ പറഞ്ഞു തരുമായിരുന്നു. മുത്തശ്ശി മാത്രമല്ല, ഏകനാഥ സ്വാമികളും ശങ്കരകഥകൾ പറയാൻ ബഹുസമർത്ഥനാണ്. എന്നാ ഞങ്ങൾക്ക് വേണ്ടി ഒരു കഥ പറയൂ സ്വാമികളെ. ഏകനാഥ സ്വാമികളുടെ കഥ കേൾക്കാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. ആവാലോ. ഇക്കുറി കാശി മഹാത്മ്യ കഥ തന്നെ ആയിക്കോട്ടെ. അതിനെന്താ, ആവാലോ. ദീപാരാധന കഴിഞ്ഞ് വന്നോളൂ. വന്നോളൂ.
ദേവസ്ഥാനം? ഇതാണ് പണ്ഡിത ശ്രേഷ്ഠരെ തൃക്കടയൂർ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രസ്ഥാനം മഹത്തരം. ഭഗവാന്റെ ഇരിപ്പിടം, വീക്ഷണബദ്ധങ്ങൾ ഒക്കെയും ശ്രേഷ്ഠം തന്നെ. വിഗ്രഹത്തിൽ അമൃതകടേശ്വര ശക്തിയാണ്, മൃത്യുഞ്ജയ ഭാവവും. വരൂ, പ്രദക്ഷിണം നടത്താം. അഗ്രേ ജടാധര രക്ഷാമ്യഹം. ഓം നമ ശിവായ. ഓം നമ ശിവായ. നിടിലെ വിഭൂതിധര രക്ഷാമ്യഹം. ഓം നമ ശിവായ. നിടില മധ്യേ തൃക്കണ്ധര രക്ഷാമ്യഹം. ഗളസ്ഥലേ വിഷധര രക്ഷാമ്യഹം. വക്ഷോജേ രുദ്രാധര രക്ഷാമ്യഹം. പന്നഗധര ശൂലധര കപാലധര രക്ഷാമ്യഹം. താണ്ഡവകാലിണധര രക്ഷാമ്യഹം. വരൂ, പ്രദക്ഷിണം വെച്ച് വരാം. സിംഹധ്വജ മഹാരാജന്റെയും മന്ദാരലക്ഷ്മി മഹാറാണിയുടെയും ദുഃഖം അത് അനപത്യ ദുഃഖമാണ്, കുട്ടികളില്ലാത്തതിൻ്റെ ദുഃഖം. നിങ്ങൾ ഓർത്തു നോക്കൂ ഭക്തരെ, ഭണ്ഡാരങ്ങൾ നിറച്ച തങ്കക്കട്ടികൾ, സ്വർണ്ണാഭരണങ്ങൾ, കോടികൾ വിലപിടിപ്പുള്ള നവരത്നങ്ങൾ, അറയും പുരയും പത്തായങ്ങളും നിറച്ച ധാന്യാദികൾ, തൊഴുത്തു നിറയെ പൈക്കളും പാൽ സമൃദ്ധിയും. പ്രജകളുടെ വീക്ഷണത്തിൽ എങ്ങും സമൃദ്ധി മാത്രം. പക്ഷേ സിംഹധ്വജ മഹാരാജനും രാജ്ഞിക്കും എങ്ങും ശൂന്യത മാത്രം. അനന്തരാവകാശിയുടെ സ്ഥാനത്ത് ഓടിച്ചാടി കളിക്കാൻ ഒരു സന്തതിയില്ലാത്തതിന്റെ ശൂന്യത. മഹാശിവഭക്തനായിരുന്ന സിംഹധ്വജനും മന്ദാരലക്ഷ്മിക്കും സന്തതിയില്ലാതെ പോയതെന്തേ സ്വാമികളെ? കൊട്ടാരത്തിൽ അതിഥിയായി എത്തിയ നാരദ മഹർഷിയോട് അവരതിനെക്കുറിച്ച് അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുജ്ജന്മ പാപഫലമായിട്ടാണ് അനപത്യ ദുഃഖം അനുഭവിക്കുന്നതെന്ന് ദേവർഷി നാരദൻ അരുളി ചെയ്തു. കഴിഞ്ഞ ജന്മത്ത് ഒരു ബ്രാഹ്മണ ബാലനെ, അതും നിരപരാധിയായ ഒരു ബാലനെ തുണ്ടം തുണ്ടമാക്കി വെട്ടിയരിഞ്ഞ് ബ്രഹ്മഹത്യാ പാപം ചെയ്തവനായിരുന്നു രാജാവ്. രാജ്ഞിയുമൊത്ത് കാശിയിൽ പോയി വിശ്വനാഥ ദർശനവും വഴിപാടുകളും നടത്തുക മാത്രമേ പരിഹാരമുള്ളൂ എന്ന് നാരദ മഹർഷി ഉപദേശിച്ചു. അങ്ങനെ സിംഹധ്വജനും മന്ദാരലക്ഷ്മിയും നിർത്തുക. ഹേ വിഡ്ഢി ശിരോമണി, കാശി മഹാത്മ്യമല്ലേ നിങ്ങൾ വിളമ്പുന്നത്? പ്രചുര പ്രചാരം സൃഷ്ടിച്ച കൊച്ചു കുട്ടികൾക്ക് പോലും മനഃപാഠമായ ചരിത്രമാണോ അപാരജ്ഞാനി എന്ന മട്ടിൽ തട്ടിമൂളിക്കുന്നത്? അത് നിധിവർഷം പോലെ കേട്ടിരിക്കാൻ കുറെ ഭോഷ ജന്മങ്ങളും. ലജ്ജാവഹം. അവിടുന്ന് ആരാണാവോ? ദൈവമേ, ഈ മഹാനുഭാവൻ ആരാണെന്നോ അതുപോലും അറിയില്ലേ നിങ്ങൾക്ക്? മഹാശിവഭക്തനും
അറിവിന്റെ മറുകര കണ്ട മഹാപണ്ഡിതനും ഉന്നത കുലശ്രേഷ്ഠനുമായ ഗംഗാധര കുലോത്തമ ഭട്ടാചാര്യർ.